ഹായ്, എല്ലാവർക്കും നമസ്കാരം. സൺഡേ സ്പെഷ്യൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഴീക്കോടിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ ആഴ്ചത്തെ സൺഡേ സ്പെഷ്യൽ. അഴീക്കോട് ഇന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അസ്ഥിവാരമിട്ട ശ്രീ AK നായർ സാറിനെ കുറിച്ചാണ് ഈ ആഴ്ചത്തെ സൺഡേ സ്പെഷ്യൽ. മൺമറഞ്ഞ് 50 ആണ്ട് പിന്നിട്ടിട്ടും ഒരു ഗ്രാമം ഒരു മനുഷ്യനോട് കടപ്പാട് കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ ആ മനുഷ്യൻ തൻ്റെ ജീവിതകാലത്തിനിടയിൽ എത്രമാത്രം ആ നാടിനെ ചേർത്ത് നിർത്തിയിട്ടുണ്ടാവും. അഴീക്കോട് ഗ്രാമം AK നായർ എന്നറിയപ്പെടുന്ന അപ്പക്കുന്നുമ്മൽ നായരെ ഇന്നും ഓർക്കുന്നത് ആ ജീവിതം അഴീക്കോടിന് നൽകിയ സംഭാവനകൾ കൊണ്ടുതന്നെയാണ്. ആ മഹാമനുഷ്യന്റെ ജീവിതരേഖയുമായാണ് ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. 1890-ൽ പുതിയ വീട്ടിൽ രാമൻ നായരുടെയും കുന്നുമ്മൽ ചെറിയമ്മയുടെയും മകനായി ജനനം. വിദ്യ നേടാൻ പരിമിതമായ സൗകര്യമുള്ള ആ കാലത്ത് മുണ്ടച്ചാലി കേളൻ മാസ്റ്ററുടെ കീഴിൽ പ്രാഥമിക പഠനവും സംസ്കൃതത്തിൽ അറിവും നേടി. പഠനത്തിൽ മിടുക്കനായിരുന്നെങ്കിലും ജീവിത ചുറ്റുപാട് അമ്മാവനോടൊപ്പം വ്യാപാരത്തിൽ സഹായിക്കുന്നതിലേക്ക് എത്തി. ആദ്യകാലത്ത് കൊപ്ര വെളിച്ചെണ്ണ വ്യാപാരമായിരുന്നു. തുടർന്ന് കൈത്തറി വ്യാപാരത്തിലേക്ക് ചുവടുമാറ്റി. ആദ്യകാലത്ത് വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചു. നെയ്ത്ത് വ്യവസായത്തിന് പുതിയ ഭാവം നൽകിക്കൊണ്ടാണ് രാജരാജേശ്വരി മിൽ സ്ഥാപിക്കുന്നത്. ഈ സ്ഥാപനത്തിന്റെ പിറവിയോടെ മലബാറിലെ കൈത്തറി മേഖല പാടെ മാറിയെന്ന് തന്നെ പറയാം. കേവലം ആഭ്യന്തര വിപണിയെ മാത്രം ആശ്രയിച്ചിരുന്ന കൈത്തറി മേഖല വിദേശ വിപണിയിലേക്ക് മാറി. യൂറോപ്പിലും അമേരിക്കയിലും മലബാറിലെ കൈത്തറി എത്തി. AK നായർ എന്ന വ്യവസായി ഇന്ത്യൻ വ്യവസായത്തിന് നൽകിയ സംഭാവന എന്തെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. ആഭ്യന്തര വിപണി മാത്രം സ്വപ്നം കണ്ട ഇന്ത്യൻ കൈത്തറിയെ വിദേശ നാടുകളിൽ പ്രിയങ്കരമാക്കി എന്നത് തന്നെ. കേവലം ഒരു വ്യവസായി എന്നതിലുപരി അദ്ദേഹം അഴീക്കോടിന്റെ സമതല സ്പർശിയായ വ്യക്തിത്വമായി പിന്നീട് മാറി. അഴീക്കോടിന്റെ നവോത്ഥാന ചരിത്രം AK നായരുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. കേരളത്തിലെ നവോത്ഥാന ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഈ മനുഷ്യനെ ആർക്കും അവഗണിക്കാനാവില്ല. വാഗ്ഭടാനന്ദനും വേശാലസ്വാമികളുമായുള്ള അടുത്ത ബന്ധം അദ്ദേഹത്തിന്റെ നവോത്ഥാന ചിന്തകളെ രാഗിമിനുക്കി എന്നു പറയാം. അയിത്തത്തിനും ഉച്ചനീചത്വത്തിനുമെതിരെ അദ്ദേഹം നിരന്തരം ശബ്ദിച്ചിരുന്നു. സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗിയുമായുള്ള ബന്ധം ആനന്ദ ദർശനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. ആനന്ദ ദർശനത്തിന്റെ പ്രചാരകനായ അദ്ദേഹം അഴീക്കോട് കൊട്ടാരത്തുംപാറയിൽ ആനന്ദ യോഗശാല സ്ഥാപിച്ചു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജീവചരിത്രം എഴുതിയതും AK നായരായിരുന്നു. നമസ്കാരം. ശ്രീ AK നായർ സാറുടെ കൊച്ചുമകളാണിത്. അച്ചാച്ചൻ്റെ ഓർമ്മകളെക്കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം. പറ ശാന്തിജി, എന്തെല്ലാം അച്ചാച്ചൻ്റെ ഓർമ്മകൾ? അച്ചാച്ചൻ വളരെ ലവിങ് ആയിരുന്നു, ഭയങ്കര സ്പോയിലി ആയിരുന്നു. എന്നെ ചെറിയ കുട്ടിയായിരുന്നല്ലേ ഞാൻ. അപ്പോൾ എന്തും ചോദിച്ചാലും അപ്പം തന്നെ വാങ്ങിത്തരും. അപ്പോൾ വളരെ വളരെ എന്താ പറയുക, ഒരു നല്ലൊരു ഇതായിരുന്നു അച്ഛപ്പൻ്റെ കൂടെ ലൈഫ്. കണ്ണ് നിറഞ്ഞു അല്ലേ? ഇവിടുത്തെ ലൈഫ് എങ്ങനെയായിരുന്നു അന്നേരം? ഇവിടെ ഭയങ്കര എന്താ പറയുക, ഒന്നിനൊരു ക്ഷാമം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവരും പിന്നെ ഇവിടെ വരുന്ന ആർക്കും ഭക്ഷണം കൊടുത്തിട്ടേ അമ്മ വിടുമല്ലോ. ഇവിടെ ഡെയിലി ഇവിടെ ധർമ്മത്തിന് ആൾക്കാർ വരുമ്പോൾ 5-6 ആൾക്കാരുണ്ടാവും ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക്. അവർ രാവിലെ വന്ന് പറഞ്ഞിട്ട് പോകും, ഞങ്ങൾ ഭക്ഷണത്തിനുണ്ടാവും. അമ്മ വീട്ടിലെന്താ ഉണ്ടാക്കുന്നത് അതന്നെയാ പുറത്ത് വരുന്ന ആൾക്കാർക്കും കൊടുക്കുക. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ഒന്നുമില്ല, എല്ലാം മോരടക്കം കൊടുക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ അച്ചപ്പനുള്ളേരം വിഷു ഓണമെല്ലാം ഭയങ്കര ആഘോഷമായിരുന്നു. അച്ചപ്പൻ വിഷു അന്നേരം കമ്പനി ഉണ്ടല്ലോ. അപ്പോൾ അന്നേരം നാട്ടിൽ പൊതുവേ ദാരിദ്ര്യമായിരുന്നു. അപ്പോൾ
കമ്പനിയിൽ നിന്ന് തുണി കൊണ്ടുവരും. എന്നിട്ട് തുണി കൊണ്ടുവന്നിട്ട് ആൾക്കാരുണ്ടാവും ലൈനായിട്ട് നിൽക്കുന്നത്. ഷർട്ട്, തുണി, ട്രൗസർ, കുട്ടികൾക്ക് പാവാട, ബ്ലൗസ്, വലിയ സ്ത്രീകൾക്ക് ബ്ലൗസ് എല്ലാം മുറിച്ച് കൊടുക്കും വിഷുവിനും ഓണത്തിനും. പിന്നെ ഈ മിറ്റം നിറച്ച ആൾക്കാർ. അന്നേരം പിന്നെ പുൽപ്പായി ഇട്ടിട്ടില്ല ഇരിക്കുക നിലത്ത്. 2-3 വട്ടം ഇരിക്കാൻ ആളുണ്ടാവും ഊണിന്. അതും നല്ല 2 വിധം പായസവും ഫുൾ കറികളും എല്ലാം ആയിട്ട് നല്ല ഒരു രസമായിരുന്നു. അതൊരു ഭയങ്കര ഓർമ്മയാണ് മനസ്സിൽ ആ ഒരു കാലം. അതെ, ഇന്നിപ്പം വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ഇപ്പൊ ആരാ ഉള്ള കുട്ടികൾ തന്നെ കളിക്കാൻ വരാനൊന്നുമില്ലല്ലോ അല്ലേ. നമ്മൾ പണ്ട് ഇരുന്ന ചുറ്റുവട്ടത്തെ കുട്ടികളും എല്ലാം ഓടി കളിച്ചിട്ട് വളർന്ന ഇതല്ലേ. അതെ അതെ. നിങ്ങൾ എത്ര മക്കളാണ്? ഇവര് അച്ഛന് 5 മക്കളായിരുന്നു. മൂത്ത അമ്മ, എൻ്റെ അമ്മ. രണ്ടാമത്തെ ബാലകൃഷ്ണൻ നായർ പുതുപ്പാർക്കില്ലേ, രാജേശ്വരി ഭവൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ മൂന്നാമത്തത് എൻ്റെ ഒരു ഇളയമ്മ നാരായണി എന്ന് പറഞ്ഞിട്ട് അവർ കണ്ണൂരായിരുന്നു. പിന്നെ ചെറിയ മാമ പ്രേമന്റെ അച്ഛൻ അവർ. പിന്നെ ഇളയതാന്ന് ലീല ഗ്രൂപ്പിന്റെ അവര്. മരിക്കുമ്പോ എന്തെങ്കിലും അസുഖം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പെട്ടെന്നായിരുന്നു. വാർദ്ധക്യല്ല, പെട്ടെന്ന് എന്തോ ഒരു വയറുവേദന പോലെ വന്നിട്ട് പിന്നെ ഇവിടെ കൊണ്ടുപോയി മാണിപ്പാലില് കൊണ്ടുപോയി. പിന്നെ ഡിസ്ചാർജ് അവർ ചികിത്സിച്ച് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ തലേ ദിവസം പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന. അന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ? 14th November 69. ആ ദിവസം ഈ ബോഡി കൊണ്ടുവരുമ്പോഴായാലും ആൾക്കാർ ഭയങ്കരമായിരുന്നു. എന്തോ ജനക്കൂട്ടം. അതിന്റെ ഒരു ആൽബം ഉണ്ടായിരുന്നു ഇവിടെ. ഭയങ്കര ജനക്കൂട്ടായിരുന്നു. ശരി. ആൾക്കാർക്ക് അത്രയും എന്താ വെച്ചാൽ അത്രയും ഒരു ഫിലന്ത്രോപ്പിസ്റ്റ് ആണ് അവര്. എത്ര ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഐ മീൻ വിദ്യാഭ്യാസത്തിന് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. എന്ത് സഹായത്തിനും അച്ഛപ്പനെ സമീപിച്ചാൽ അത് അപ്പം കൊടുക്കും. അങ്ങനത്തെ ഒരു മനസ്സാ അവർക്ക്. എന്ത് കാര്യമായാലും ശരി, നിങ്ങൾ വന്ന് കഷ്ടപ്പാട് പറഞ്ഞാൽ റെഡിയാ, സഹായിക്കും. അതുകൊണ്ട് ഭയങ്കര. പിന്നെ അതുമല്ല, അവര് എത്രയോ 12-15 ഇയേഴ്സോളം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഈ റോഡ് അവരാ ഉണ്ടാക്കിയ ഈ വാങ്കുളത്ത് വയലിൽ. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ റോഡിന്റെ പേരെന്താണെന്ന് ഓർമ്മയുള്ളവർ പറയുന്നത്. എത്രയോ ആൾക്കാർ കമന്റ് ഇട്ടു. കാരണം ആൾക്കാരുടെ മനസ്സിൽ ഭയങ്കര ഒരു ഓർമ്മയാണ് രാജേശ്വരി റോഡ്, രാജേശ്വരി കമ്പനി എന്നെല്ലാം പറയുന്നത്. എന്ന് വെച്ചാല് രാജേശ്വരി കമ്പനിന്ന് ഈ അഴീക്കോട് പഞ്ചായത്ത് നിന്ന് എല്ലാ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും ഉണ്ടാവും അവിടെ ജോലി ചെയ്യാൻ. ഇല്ലെങ്കിൽ അവര് ഈ ലുങ്കിന്റെ ഇതില്ലേ, അത് നമ്മൾ ഈ സാറിന്റെ അടിയിലുള്ള ടാസൽസ് ഇല്ലേ, അത് കെട്ടുന്ന പോലത്തെ പണി വീട്ടിൽ വന്നിട്ട് ചെയ്യും, വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യും. അങ്ങനെ ഒരു ഇതായിരുന്നു. എന്തൊരു ത്രൈവിംഗ് ആയിരുന്നു അഴീക്കോട്. കൊട്ടാരത്തുംപാറ വാസ് ത്രൈവിംഗ്. എത്ര ഷോപ്സ് ആണ്, എത്ര ഇതാന്നറിയോ. ഭയങ്കര ലൈവ് ആയിരുന്നു കൊട്ടാരത്തുംപാറ. ശരിക്ക് ഇപ്പൊ കാണുമ്പോ സങ്കടമാകുന്നല്ലോ. കാരണം എനിക്കത് മനസ്സിലായത്, ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ഇടുമ്പോഴേക്കും ഒരു ദിവസം കഴിയുമ്പോഴേക്കും അത് ഭയങ്കര റീച്ചായി. കാരണം ആൾക്കാരെ എല്ലാവരും മനസ്സിലും ഈ രാജേശ്വരി എന്നുള്ള പേര്. അതാണ് എനിക്ക് ഏറ്റവും സങ്കടം. അഴീക്കോട് ഹൈസ്കൂൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ അന്ന് ലാൻഡ് ഡൊണേറ്റ് ചെയ്ത. മേജർ കോൺട്രിബ്യൂഷൻ ആ സ്കൂൾ ഉണ്ടാക്കാൻ ഗ്രാൻഡ് ഫാദറിനാണ്. പക്ഷെ ഗ്രാൻഡ് ഫാദറിന്റെ പേരില്ല. എന്തെങ്കിലും AK നായർ മെമ്മോറിയൽ എന്തെങ്കിലും വെച്ചൂടെ? ഒന്നുമില്ല. അതെനിക്ക് ഭയങ്കര. ഈ റോഡ് ഇറ്റ് വാസ് എ പ്രൈവറ്റ് റോഡായിരുന്നു. നമ്മൾ വാങ്കുളത്ത് വയലിൽ നിന്ന് ഇവിടെ വരെ. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സ്ഥലമാണ്. ഞാൻ 2 ഭാഗത്ത് വയലല്ലേനോ, അന്നേരം അവരെ സ്വന്തം ചെലവിൽ ഉണ്ടാക്കിയ റോഡാണ്. പിന്നെ അത് നമ്മൾ പഞ്ചായത്തിന് പിന്നെ കൊടുത്തു. അത് അങ്കിള് ഒരു മെമ്മറിക്ക് ഒരു വേണ്ടേ, എന്താ പറയാ. സത്യം, അതിലൊരു മാറ്റം വരണം ഈ വീഡിയോയിലേക്കൂടെ. എന്താ ഞാൻ ആ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചതാ. രാജേശ്വരി റോഡ് ഒട്ടുമിക്ക ആളുകൾ കമന്റ് ഇട്ടിരുന്നു. അതെ, പണ്ട് രാജേശ്വരി റോഡ് തന്നെയായിരുന്നു അതിന് പേരുണ്ടായിരുന്നു. അത് ഒരു ബോർഡെങ്കിലും വെക്കണം. ഒന്നാമത് എനിക്ക് അതിന്റെ സങ്കടം വെച്ചാൽ എത്രയും കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു മനുഷ്യൻ. സ്റ്റേഡിയം പിന്നെയാണ്. സ്റ്റേഡിയം പിന്നെ അങ്കിളിന്റെ പേരിൽ ഒരു സ്റ്റേഡിയം ആണ് നമ്മൾ ലാൻഡ് ഡൊണേറ്റ് ചെയ്ത. പക്ഷെ സ്കൂളും ആ ഗ്രൗണ്ടും എല്ലാം കൊടുത്തില്ല. ആ സ്കൂൾ മേജർ നോട്ട് എൻറ്റയർലി, പക്ഷെ മേജർ കോൺട്രിബ്യൂഷൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. ലാൻഡ് ഫ്രീ ആയി കൊടുത്തില്ലേ, ദാറ്റ് ഈസ് ഓൾസോ ബിഗ് തിങ് അല്ലേ. അപ്പോ അതാണ് ഞാൻ ഹോസ്പിറ്റലിന്റെ ഇതിന് അമ്മൂമ്മന്റെ പേരിൽ ഒരു പ്രസവ വാർഡ് ഉണ്ടായിരുന്നു അവിടെ.
മാധവിയമ്മ മാധവിയമ്മ അതുണ്ട്. ആ പേരുണ്ട് തോന്നുന്നു, അറിയില്ല. അറിയില്ല. അങ്ങനെ എത്ര ആൾക്കാരുടെ ജീവിതം ടച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതാ എനിക്ക് ഒരു ഭയങ്കര സങ്കടം. ഒരു പേര് വരണം തീർച്ചയായിട്ടും. അത് ഒരു റെക്കഗ്നിഷൻ, ഒരു ഇപ്പൊ അടുത്ത വളർന്ന തലമുറക്ക് ഒരു അറിയണ്ടേ? പിന്നെ തീർച്ചയായും നെക്സ്റ്റ് ജനറേഷൻ അറിയണല്ലോ. ഇപ്പോഴത്തെ ജനറേഷൻ ഓക്കെ ഇതേനോ ആടെ AK നായർ ഇതാന്ന് പക്ഷെ അടുത്ത ജനറേഷന്, വളരുന്ന ജനറേഷൻ ആ സ്കൂളിൽ പഠിച്ച എത്ര കുട്ടികൾക്ക് അറിയാം? അതാ ഞാൻ ചോദിക്കുന്നത്. നോബഡി നോസ്. എനിക്ക് തോന്നില്ല ആർക്കും അറിയുമെന്ന് തോന്നില്ല. ഇല്ല. ഈ ഒരു വീഡിയോ പുറത്തിറങ്ങുമ്പോഴെങ്കിലും തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരണം. കാരണം ഇത്രയും സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിന്റെ ഒരു പേര് പോലും എവിടെയും വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് എത്രയോ സങ്കടകരമായ ഒരു കാര്യമാണ്. അത് ഇന്ന് ഒരാൾ 1 സെന്റ് ഭൂമി പോലും ഒരു വ്യക്തിക്ക് കൊടുക്കാൻ തയ്യാറല്ല. ആ സ്ഥാനത്താണ് സ്കൂള്, നമ്മളെ സ്റ്റേഡിയം, പ്രസവ വാർഡ്, ഹോസ്പിറ്റലിന്റെ ഇത്രയും സംഭാവന ചെയ്തിട്ട് ഒരു പേര് വരുന്നില്ല എന്ന് പറയുന്നത് നമ്മൾക്ക് സങ്കടം തന്നെയാണ്. വ്യവസായി, നവോത്ഥാന ചിന്തകൻ എന്നീ നിലകളിൽ മാത്രമല്ല, അഴീക്കോടിന്റെ സ്വപ്നങ്ങൾക്ക് ചാലുകീറിയ ഭരണാധികാരി എന്ന നിലയിലും AK നായർ ജനമനസ്സുകളിൽ ജീവിക്കുന്നു. അഴീക്കോടിന്റെ ആദ്യ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹമായിരുന്നു. ഇന്ന് അഴീക്കോട് കാണുന്ന പല വികസനത്തിന്റെയും ശില്പിയായിരുന്നു ഇദ്ദേഹം. ഉപരിപഠനത്തിനുള്ള ആദ്യ ഹൈസ്കൂൾ സ്ഥാപിക്കുന്നത് AK നായരായിരുന്നു. ഇന്ന് കാണുന്ന അഴീക്കോട് ഹൈസ്കൂൾ നിർമ്മിക്കുന്നതിന് സ്ഥലം സംഭാവന ചെയ്തത് ഇദ്ദേഹമായിരുന്നു. PV കുഞ്ഞിരാമൻ മാസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റായ സന്ദർഭത്തിൽ അഴീക്കോട് ഹെൽത്ത് സെന്ററിനുള്ള സ്ഥലം പഞ്ചായത്തിന് നൽകുകയും PV മാധവിയമ്മ സ്മാരക പ്രസവാലയം നിർമ്മിച്ചു നൽകുകയും ചെയ്തത് അഴീക്കോടിന്റെ ചരിത്രത്തിലെ സുവർണ ഏടുകളാണ്. തൊഴിലാളികൾക്ക് അറിവ് സമ്പാദിക്കാൻ ഗ്രന്ഥാലയം സ്ഥാപന ഉടമ നിർമ്മിക്കുന്നത് ചരിത്രത്തിലെ അപൂർവ സംഭവമാണ്. രാജരാജേശ്വരി മിൽ തൊഴിലാളികൾക്ക് സ്ഥാപിച്ച വായനശാലയും ഗ്രന്ഥാലയവും ലോക ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ മകനും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ PV രവീന്ദ്രനാണ് അഴീക്കോട് സ്റ്റേഡിയം നാടിന് നൽകിയത്. വൻകുളത്തുവയൽ കൊട്ടാരത്തുംപാറ റോഡ് AK നായർ നിർമ്മിച്ചതാണ്. ദേശീയവാദി, ഗാന്ധിയൻ, നവോത്ഥാന ചിന്തകൻ, ഭരണാധികാരി, വ്യവസായി എന്നീ നിലകളിലെല്ലാം AK നായർ സമ്പൂർണനായിരുന്നു. അഴീക്കോടിന് ഒരിക്കലും മറക്കാനാവാത്ത ഈ മഹാപ്രതിഭയ്ക്ക് സൺഡേ സ്പെഷ്യലിന്റെ പ്രണാമം. വീണ്ടും അടുത്ത സൺഡേ സ്പെഷ്യലിലൂടെ കാണാം. നന്ദി, നമസ്കാരം.